നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിങ്ങിന് അറുതിയില്ല. പ്രതിഷേധവുമായി ജനകീയ പ്രതിരോധ സമിതി. പാർളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ CHSC ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ച് നാട്. വിദ്യാലയങ്ങളിൽ വിപുലമായ ശിശുദിനാഘോഷം. വാർത്തകൾ വിശദമായി. കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും തുടരുന്നുവെന്നാരോപിച്ച് ജനകീയ പ്രതിരോധ സമിതി രംഗത്ത്. ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെറിയപാലം പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് ചെറിയ പാലത്തിൽ അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച ഓവർടേക്കിംഗ് ഒഴിവാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ ഡിവൈഡറിന് മറുവശത്തുകൂടെ ഓവർടേക്കിംഗ് നടത്തിയിരുന്നു. ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി ചെറിയപാലം പരിസരത്ത് ഇതേ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബസ്സുകളെ തടഞ്ഞു നിർത്തി വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയാണ് വിട്ടയച്ചത്. കഴിഞ്ഞ രാത്രി നിയമം തെറ്റിച്ചോടിയ ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് ചേർപ്പ് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ CHSC ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ സന്ദേശ റാലി, ഫ്ലാഷ് മോബ്, പോസ്റ്റർ പ്രദർശനം, കോടന്നൂർ സെന്ററിൽ ജീവിതശൈലി രോഗ പരിശോധന എന്നിവയും സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KK രാജേഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് KG ബീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSP നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി. പാർളം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. വാരാഘോഷവും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷവും സംഘം പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നവംബർ 14 മുതൽ 20 വരെയാണ് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം. സംഘം പരിസരത്തു ചേർന്ന യോഗത്തിൽ പഴൂർ അപ്പുക്കുട്ടൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, KR ചന്ദ്രൻ, AA റപ്പായി, TK രാജു, AR ജോസ്, CR വേലായുധൻ, ഫാൻസി ആൻഡോ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു എന്നിവർ സംസാരിച്ചു. കാർഷിക രംഗവും അതുപോലെ തന്നെ വ്യവസായ രംഗവുമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കർഷകരെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ, കർഷകരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ കടത്തിൽ ജനിക്കുകയും കർഷകർ കടത്തിൽ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിലും ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണ് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ആ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി ആരംഭിച്ചത്. കേരളത്തിൽ അത് സാമ്പത്തിക രംഗത്തും കടന്നു വന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോവുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനം എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം. അത് നമ്മുടെ പൂർവികരായ സഹകരണ രംഗത്ത് പ്രവർത്തിച്ച നിരവധി ആളുകൾ കഠിനാധ്വാനം ചെയ്ത് വലിയ ത്യാഗങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ആളുകൾ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് അതിശക്തമായ മുന്നേറ്റമുണ്ടായത് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ചേർപ്പ് സഹകരണ ബാങ്കിൽ 71ാമത് സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
പ്രദീപ് വലിയങ്ങോട്ട്, എസ് ഉണ്ണികൃഷ്ണൻ, കെ രാമൻ, സണ്ണി ചാക്കോ, ലതാ സുരേന്ദ്രൻ, MS രേഖ എന്നിവർ സംസാരിച്ചു. INTUC പാർലം മണ്ഡലം കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആചരിച്ചു. MR ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. CR മണി അധ്യക്ഷത വഹിച്ചു. AP രാമകൃഷ്ണൻ, TM മോഹനൻ, AD കൊച്ചപ്പൻ, സൈമൺ നെല്ലിശ്ശേരി, KD സാമുവൽ, KC പ്രകാശൻ, MC കുട്ടപ്പൻ, KR ശിവശങ്കരൻ, ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി TK പൊറിഞ്ചു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ നന്ദകുമാർ കോങ്ങാട്ടിൽ, സേതു മാധവൻ, സെക്രട്ടറിമാരായ AD ജോണി, ടോമി പെല്ലിശ്ശേരി, TK രാജു, നേതാക്കളായ CO ജോൺസൺ, റപ്പായി നാരായണദാസ്, ഡേവിസ് കണ്ണനായ്ക്കൽ, ജോസ് ചാഴൂർ, രവി കോപ്പക്കാട്ടിൽ, ഡെന്നസ് പല്ലൻ, വർഗീസ് പെല്ലിശ്ശേരി, ആന്റണി തെക്കേക്കര, TV ജോൺസൺ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം, മെമ്പർമാരായ VI ജോൺസൺ, NB ശ്രീജിത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ KP അനൂപ്, NR ചന്ദ്രൻ, NV നാരായണൻ, ദിവാകരൻ, വിജയകുമാർ, മണ്ഡലം ഭാരവാഹികൾ, INTUC പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കാൻ ആരംഭിച്ചപ്പോൾ ഏറെ വിമർശനം ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പക്ഷേ ആ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് എത്രയേറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് ധനശാസ്ത്രജ്ഞരും അതുപോലെ ചരിത്ര പണ്ഡിതരൊക്കെ ഒന്നിച്ച് സമ്മതിച്ചു തരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ സംഭാവന നമുക്ക് മറക്കാൻ കഴിയില്ല. മറ്റൊരു മഹത്തായ സംഭാവന എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ന് ഈ നിലയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനമായിട്ടുള്ള മതേതരത്വം എന്ന് പറയുന്ന മഹത്തായ ആശയമാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ മതേതരത്വ ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അധീനതയിൽ ഒരു മതരാഷ്ട്രമാക്കി അനുവദിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ത്യയുടെ ഭരണഘടന ഒരു മതേതര ഭരണഘടനയായി ഇന്ത്യ മഹാരാജ്യം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ BR അംബേദ്കറോടൊപ്പം തന്നെ ആ വലിയ ആശയത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിരുന്നു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KK അശോകൻ, ബിജു കുണ്ടുകുളം, KR സിദ്ധാർത്ഥൻ, ജോർജ് ആൻഡോ, VB സുരേന്ദ്രൻ, കുട്ടികൃഷ്ണൻ നടുവിൽ, അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. അമിത അളവിൽ ഗുളിക കഴിച്ച് വിദ്യാർത്ഥിനി മരിച്ചു. പെരിഞ്ചേരി കളത്തിങ്കൽ ബിജുവിന്റെയും ജിനിയുടെയും മകൾ 18 വയസ്സുള്ള ആഗ്നൽ ആണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ബസ് യാത്രയ്ക്കിടെ മാപ്രാണം ഭാഗത്ത് എത്തിയപ്പോൾ അവശയായ ആഗ്നലിനെ ആദ്യം തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലും ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഊരകം ALP സ്കൂളിലെ തളിർ ബാലജന സഖ്യം ശിശുദിനാചരണം സംഘടിപ്പിച്ചു. ബാലസാഹിത്യകാരൻ ജോൺസൺ ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കൺവീനർ KB പ്രമോദ് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാമ്പുറം, പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിൻസെന്റ് ഡീപോൾ സൊസൈറ്റിയുടെ ഗോൾഡൻ ജൂബിലി സമാപനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിയാരം വിജയമാതാ പള്ളി അങ്കണത്തിൽ നടക്കുന്ന സുവർണ ജൂബിലി സമാപനം തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. ഒരു വർഷം നീണ്ടുനിന്ന 30 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് വിജോ ജോയ് കുര്യാക്കോസ് പെല്ലിശ്ശേരി, ജോയിന്റ് ജനറൽ കൺവീനർ ബൈജു പോൾ, ഫിനാൻസ് കൺവീനർ റാഫി കടവി, EG സാംസൺ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ ജൂബിലി ആഘോഷിക്കുകയാണ്. 50 വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ജൂബിലിയാണ്. 2024 നവംബർ 17-ാം തീയതി വിജയമാതാ പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ജൂബിലി ആഘോഷിക്കുന്നത്. തുടക്കം തൊട്ട് പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി
ഇപ്പോൾ 50 വർഷം എത്തിയിരിക്കുകയാണ്. ഭവന നിർമ്മാണം, ഭക്ഷ്യസഹായം, ചികിത്സാ സഹായം, വിവാഹ സഹായം, അങ്ങനെ എല്ലാവിധത്തിലും നാനാജാതി മതസ്ഥരായ ജനങ്ങൾക്ക് സഹായം നൽകി ഇപ്പോൾ 50 വർഷം ആഘോഷിക്കുന്ന വിൻസെന്റ് പോൾ സംഘടനയ്ക്ക് 50ാം വാർഷികമാണ് നവംബർ 17 നടത്തുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എരണേഴത്ത് ക്ഷേത്ര പരിസരത്ത് LED മിനി മാസ്റ്റ് ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്നും 2,27,000 രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സൈജ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, എരണേഴത്ത് അമ്പലം കമ്മിറ്റി അംഗം EVN സജീവൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണം നടത്തി. നെഹ്റു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം DCC അംഗം ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം DCC അംഗം ഇർഷാദ് K ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫാറൂഖ് യാറത്തിങ്കൽ, INTUC ഹാർബർ യൂണിയൻ പ്രസിഡന്റ് CA ബൈജു, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OV സുനിൽ, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KPR പ്രദീപ്, ലത്തീഫ് കെട്ടുമൽ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 135ാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ചൈതന്യ അംഗൻവാടിയിൽ നടന്ന ജന്മദിനാചരണം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർ സുശീല രാജൻ അധ്യക്ഷത വഹിച്ചു. ICDS ഓഫീസർ ഫാത്തിമ, അംഗൻവാടി വർക്കർ KB അഞ്ജു, ഹെൽപ്പർ ഗീത തുടങ്ങിയവർ സംസാരിച്ചു. അനശ്വര അംഗൻവാടിയിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ സുഭദ്ര രവി അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി വർക്കർ സതീരംഗൻ, ഹെൽപ്പർ നിമ്മി പ്രേമൻ, ലൈല തുടങ്ങിയവർ സംസാരിച്ചു. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. പാച്ചു എന്ന് വിളിക്കുന്ന തളിക്കുളം വലിയകത്ത് 28 വയസ്സുള്ള ഫാസിലിനെതിരെയാണ് നടപടി. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6ഓളം കേസുകളിൽ പ്രതിയാണ്. KSRTC ബസ്സിൽ വെച്ച് സഹയാത്രികനെ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPS നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ആണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു VS, ASI സ്നേഹമോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് കുമാർ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. വധശ്രമമടക്കം നിരവധി കേസുകളിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഴാങ്കല്ല് സ്വദേശി മാളുത്തറ വീട്ടിൽ 38 വയസ്സുള്ള കണ്ണൻ എന്ന രഘുവാണ് പിടിയിലായത്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന തൃശൂർ അത്താണിയിൽ നിന്നുമാണ് ISHO ബിനു BS പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ 6-ന് അയൽവാസിയായ ഏഴാംകല്ല് സ്വദേശി 54 വയസ്സുള്ള ഗീതാനന്ദനെയാണ് രഘു ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗീതാനന്ദന്റെ 3 വാരിയലുകൾ ഒടിഞ്ഞിരുന്നു. അന്വേഷണ സംഘത്തിൽ SI ശ്രീലക്ഷ്മി, CPOമാരായ ശ്രീജിത്ത്, അലി, രൺദീപ്, വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സുനീഷ് NR എന്നിവർ ഉണ്ടായിരുന്നു. അവണിശ്ശേരി മാടമ്പി മുരളീധരന്റെ മകൾ ശിവനന്ദ നിര്യാതയായി. 10 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,935 രൂപ, പവന് 55,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിങ്ങിന് അറുതിയില്ല. പ്രതിഷേധവുമായി ജനകീയ പ്രതിരോധ സമിതി. പാർളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പ്രമേഹ ദിനാചരണം സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ CHSC ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷ് ഉദ്ഘാടനം ചെയ്തു.
മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ച് നാട്. വിദ്യാലയങ്ങളിൽ വിപുലമായ ശിശുദിനാഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.